ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമുക്ക് വ്യാഴാഴ്ച ആയിട്ട് ഒരു അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഗൈസ്. സോ ഇന്ന് നമുക്ക് 14 MB ഒരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. സ്റ്റേഡിയത്തൊക്കെ പിന്നെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ കീർമൻ എന്താ 10,000 ലോഗി മോൺസ് സാധാ പോലെ തന്നെ അത് പറഞ്ഞിട്ടെ. ഓക്കെ, ഫിഫ ഈ ക്യാമ്പയിൻ പറഞ്ഞിട്ട് ഗൈസ്, ഫിഫ വേൾഡ് കപ്പിന്റെ ക്യാമ്പയിൻ ഉണ്ടല്ലോ. സോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതാ കുറച്ച് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. 50 കോയിൻ ഉള്ളൂ. അത് സാധാ പോലെ തന്നെ അവന്മാർ എച്ച് കണക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഫ്ലെമിംഗോന്റെ ഒരു ചാൻസ് ഡീല് വിന്നർ ക്യാമ്പയിൻ ആണ്. അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് അമേരിക്കയിലത്തെ ചാമ്പ്യൻസ് ആണ് വരിക. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് റാങ്കിങ് റിവാർഡ് ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതോടെ എടുക്കട്ടെ. സോ ഇപ്രാവശ്യം പാക്കായിട്ട് വന്നിട്ട് അഗ്രസീവ് സെൻറ്ററിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെക്കാമും കോളറാണ് കേട്ടോ. സോ ഈ രണ്ട് കാർഡാണ് മെയിനായിട്ട് എപ്പിക്ക്. അതുപോലെ തന്നെ അതിൽ പെഡ്രോ എറ്റോയും അതുപോലെ തന്നെ നമ്മുടെ എക്കിറ്റിക്കും വന്നിട്ടുണ്ട്. സോ ബെക്കാം നോക്കുകയാണെങ്കിൽ എഡ്ജർ കോസ് വെച്ച് വിഷണറി പാസ്, അതുപോലെ തന്നെ നമ്മുടെ കോളർ വന്നിരിക്കുന്നത് ഫിനോൺ ഫിനിഷിംഗ് പ്ലസ് ബുള്ളറ്റ് ഹെഡർ, അതുപോലെ തന്നെ ഇവനും അതേ തന്നെയാണ് ആക്സിലേഷൻ ബെസ്റ്റ് പ്ലസ് എഡ്ജർ ക്രോസിംഗ് ആണ്. പിന്നെ മൂവ്മെന്റ് ഡ്രിബിളിംഗ് ആണ് നമ്മുടെ കിട്ടിക്ക്. സോ കുഴപ്പമില്ലാത്ത ബാക്കാണ്, അടിപൊളിയാണ്. കോളർ അറിയാലോ, ക്രോസ് ഇട്ട് അതിനെ ഗോൾ ഉറപ്പ് അങ്ങാതിരി ഒരു സാധനമാണ് ചങ്ങായി. സോ വേറെ എന്തൊക്കെ വന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. അതിന് തന്നെ ഡെയിലി ഗെയിമിലത്തെ നോക്കി നോക്കാം ഗൈസ്. നമുക്ക് ഡെയിലി ഗെയിമിൽ ചേഞ്ചസ് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡെയിലി ഗെയിം നോക്കുകയാണെങ്കിൽ നമുക്ക് ചാൻസ് സ്റ്റീൽ നോക്കാം. സോ ചാൻസ് സ്റ്റീൽ റൗളിൻ്റെയിലൊന്നും വന്നിട്ടുണ്ടാവില്ല എന്തായാലും. സോ ഓക്കെ, ഇതിലൊക്കെ നമുക്ക് ഡെസേർട്ട് ഡുവോ. സോ PSG-യുടെയും ഫ്രാൻസിൻ്റെയും പ്ലെയർ ഡെസേർട്ട് ഡുവോ റോമിംഗ് പ്ലാങ്കിൽ വന്നിട്ടുണ്ട്. ആളുടെ സ്കില്ല് ഓക്കെ ബ്ലിറ്റ്സ്കേളാണ് കേട്ടോ ഉള്ള സ്കില്ല്. സോ ഡെസേർട്ട് ഡുവോ വന്നിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇപ്രാവശ്യം നമ്മളുടെ ഡെയിലി ഗെയിം റിവാർഡായിട്ട്. അതുപോലെ തന്നെ ഇതാ ഒക്കസാക്കി. സോ ഒക്കസാക്കി വന്നിട്ട് നമ്മുടെ ജപ്പാൻ്റെ. സോ 2 പ്ലേസ് വന്നിട്ട് ഡെമിറണറാണ്. ഇതെന്തത് SS-ന് ലോങ് റീടാക്ക് പറഞ്ഞ സ്കില്ലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അവർ നോക്കിയിട്ടല്ലേ. കൊണാമിയാണ് ഗൈസ്. ട്രാക്ക് ബാക്ക് ബ്ലോക്ക്, ഇതെന്താ സാധനം മനസ്സിലാവില്ല. ആള് ഫോർവേഡാണ്, ബട്ട് കൊണാമി കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. സോ 2 എണ്ണം കൊണ്ടുപോകുന്നുണ്ട് അവർ കേട്ടോ. അതായത് ഒക്കസാക്കി കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ ഡെസേർട്ടുവേയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. സോ അതെന്തായാലും പൊളിച്ചു. നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അതായത് റൈക്കാർഡോ ഇതിനൊക്കെ കിട്ടാത്തത് ഉണ്ടെങ്കിൽ. സോ എന്തായാലും 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്, കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്. റൗണ്ടിൽ പിന്നെ ആരും വന്നിട്ടുണ്ടാവില്ല, അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ റൗണ്ടിൽ വരാൻ ചാൻസ് ഇല്ലാന്ന്, ഇത് കഴിയണമെന്ന് എന്തായാലും. അപ്പോൾ അതാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇനി അടുത്ത പാക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ വന്നതാണ്. ഓക്കെ, ഒലീസെ. ഓക്കെ, ഡെയിലി ഫ്രീ ട്രൈ പറഞ്ഞതിൽ നമുക്ക് ഒലീസനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒലീസെ നമ്മുടെ ബയൻ്റെയും ഇതിൻ്റെയും ബയൻ്റെ ഇപ്പോൾ ഇത് പോയതുകൊണ്ട് അവിടെ ഇതില്ല, ചിഹ്നമല്ല. സോ ബ്ലിറ്റ്സ്കേൾ തന്നെയാണ് കേട്ടോ നമ്മുടെ ഒലീസയ്ക്കും വന്നിരിക്കുന്നത്. സോ 2 ബ്ലിറ്റ്സ്കേൾ കാർഡ്സ്, അതായത് ഡെസേർട്ടും അതുപോലെ തന്നെ ഒലീസയും കൊണ്ടുപോകുന്നുണ്ട് കൊണാമി. സോ ഇത് നമുക്ക് ഡെയിലി ട്രൈ ഉണ്ടായിരിക്കും 30 ദിവസത്തിൽ. സോ 30 ദിവസം ലോഗിൻ ചെയ്യുക, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ട്രൈ എടുക്കാൻ നോക്കുക മാക്സിമം പ്ലേയേഴ്സിന്. എന്തായാലും ഡെസേർട്ടുവിനെ നമുക്ക് ആദ്യത്തെ സ്പില്ല് കിട്ടി ജസ്റ്റ് താഴാൻ പറ്റി കേട്ടോ. സോ റീട്രൈ കൊടുക്കുകയാണ് ഞാൻ, നോക്കി നോക്കാം. അപ്പോൾ എനിക്കെന്തായാലും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതവിടെ കിടക്കട്ടെ ഗൈസ്. പിന്നെ എന്തുട്ടാ, ഹൈലൈനേഴ്സ്, എക്സ്ട്രാ ഓർഡിനറി പറഞ്ഞിട്ട് ഹൈലൈനേഴ്സ് പറഞ്ഞിട്ട് നമ്മുടെ കെയ്യൻ വന്നിട്ട് ഗൈസ്. ഡീപ്പ് ലൈൻ ഫോർവേഡ് ആണ് കെയ്യൻ. എന്തായാലും ഫിനോൾ ഫിനിഷിങ് ഉണ്ടാവുമായിരിക്കും. അല്ല, ബുള്ളറ്റ് ഹെഡർ ആണ് കേട്ടോ, ബുള്ളറ്റ് ഹെഡർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സാബി സിമൺസ് വന്നിട്ട് ഗൈസ്. ഹോൾ പ്ലെയർ കാർഡാണ് സാബി സിമൺസിൻ്റെ. ആള് മൂവ്മെന്റ് ഡ്രിബിളിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ലാക്ക് വന്നിട്ടുണ്ട്, ഡയറക്റ്റിംഗ് ഗോൾ കീപ്പർ ആയിരിക്കും. അതെ, ഡയറക്റ്റിംഗ് ഡിഫൻസ്. ഓക്കെ, സോ ഈ 3 കാർഡ്സാണ് എന്താണ് എക്സ്ട്രാ ഓർഡിനറി വൺ ഹെഡ് ലൈനേഴ്സ് ആണ്, സോറി ഗൈസ്. അപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലെയർ ഓഫ് ദിക്ക് ഇന്നലത്തെ പ്രഡിക്ഷൻ പോലെ തന്നെ നമ്മുടെ എംബാപ്പെ ഉണ്ട്, പിന്നെ സോട്ടർ ബാക്ക് ഉണ്ട്, വിറ്റീനുണ്ട്, മധുക്ക ഉണ്ട്, എസ്താവിയാവ് ഉണ്ട്, പിന്നെ നമ്മുടെ മിക്ടോമിന ഉണ്ട്, ലുക്മാൻ ഗിമിനസ് ഉണ്ട്. പ്രഡിക്ഷൻ തന്നെയാണ്, കറക്റ്റ് തന്നെയാണ് ഗൈസ്. പിന്നെ മാർക്ക് ഉണ്ട്, ടിമോത്തി വേ. ഓക്കെ, ഇത്രയും പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പ്ലെയർ ഓഫ് വീക്കിൽ ഈ ആഴ്ച. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പ്ലെയർ ഓഫ് വീക്ക് അത് യൂസ് ചെയ്യലായിരുന്നു, ഇത് റിയൽ പ്ലെയർ ഓഫ് വീക്ക്. സോ ഐസാക്ക് വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഓൾമോ, പിന്നെ ഇൽഡീസ് വന്നിട്ടുണ്ട് ഗൈസ്, പിന്നെ ടേ വന്നിട്ടുണ്ട്, ടൊമോഴി, നെയ്മറിനെ കൊണ്ടുവന്നിട്ട് അവൻ നെയ്മർ വരുന്നു പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നെയ്മർ വന്നിട്ടുണ്ട്. സോ നെയ്മറിൻ്റെ കുറേ മാസത്തിന് ശേഷമാണ് ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ മലോരി വന്നിട്ടുണ്ട്, സിർക്കി. സോ ഇത്രയും പ്ലേയേഴ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, നെർസ് വന്നിട്ടുണ്ട്, മിനോമിനോ, പിന്നെ നമ്മുടെ ലിയോൻ്റെ ഗോൾ കീപ്പർ. സോ ഇത്രയും പ്ലേയേഴ്സാണ് ഇപ്പോൾ കറൻ്റ് ലിയോൻ്റെ ലില്ലിയുടെ കേട്ടോ. സോ ഇത്രയും പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു പാക്ക് പറയാം, രണ്ടും അടിപൊളി പാക്ക് തന്നെയാണ്, വൃത്തി പാക്ക് തന്നെയാണ് കേട്ടോ ഗൈസ്. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലെമിംഗോയുടെ കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഫ്ലെമിംഗോടെ നോക്കുകയാണെങ്കിൽ
ആരൊക്കെയത്? പെരേര. ഓ ഇപ്പൊ ഇതിലപ്പോ ജോർജിന് ഇപ്പൊ ഇതില. പിന്നെ അറോജോ, പെഡ്രോ, വരേല. സോ ഇത്രയും പ്ലേസാണ് നമുക്ക് ഫ്ലെമിംഗോന് വന്നിരിക്കുന്നത് വിന്നേഴ്സ് ക്യാമ്പിനായിട്ട്. പിന്നെ അടുത്ത വട്ടം നമുക്ക് ഇതാ പേസിലത്തെ ഈ ഫുട്ബോൾ ലീഗിന്റെ റിവാർഡ് ടൊണാലിനായിട്ട് കിട്ടാൻ പോകുന്നത്. സോ എല്ലാവരും മാക്സിമം കളിക്കുക. ടൊണാലി ബോക്സ് ടു ബോക്സ് ആണ്. ഓക്കെ, അടിപൊളി കാർഡ് തന്നെ ആയിരിക്കും. സ്പെഷ്യൽ സ്കില്ല് വന്നിരിക്കുന്നത് മിക്കവാറും മിസ്റ്ററി പാസ് അല്ലേ, ഇന്റർസെപ്ഷൻ, ബ്ലോക്കർ, ഫിനോൽ പാസ് ആണ്. ഓക്കെ, ഫിനോൽ പാസ് ആണ്. അപ്പോൾ ആള് നൈസനാണ്. പിന്നെ ഇത് നമുക്ക് ഇതാ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ഉണ്ട്. ക്ലച്ച് പ്ലേയേഴ്സ് ആണ് ഇത് ഫുള്ള്. ഓക്കെ, റാമോസ്, ട്രൊസാഡ്, മഗ്യൂർ, ഫർട്ടാസി, പിന്നെ കീസ്, ആഞ്ചൽ കൊറയ, മിൽനർ, പിന്നെ നമ്മുടെ സ്വീഡിഷ് മെസ്സി. സോ ഇത്രയും പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. അതും കുഴപ്പമില്ല, ക്ലച്ച് പ്ലേയേഴ്സ് കൊണ്ട് ഇതിലായിട്ട് വന്നിരിക്കുന്നത്. സോ ഇത്രയും പാക്സാണ് നമുക്ക് ഇപ്രാവശ്യം കൊണാമി കൊണ്ടുപോയി. കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്, നല്ല തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ മാനേജർ പാക്കിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കുയിമാൻ ഉണ്ട് കേട്ടോ ഗൈസ്. കുയിമാൻ്റെ 89, 88 ക്വിക്ക് കൗണ്ടറും പൊസിഷൻ ഗെയിമും ഹെഡിങ്ങും ലോ പാസും ആണ് അവളുടെ ബൂസ്റ്റർ വന്നിരിക്കുന്നത്. സോ ക്രോസ് സ്പെഷ്യലിസ്റ്റ്, LMF, RMF, അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡിൽ ഫോക്സ് ഇൻ ദ ബോക്സ്. ബെക്കാമും കൂടെ വന്നില്ല, അത് തന്നെ ആ തിയറിയിലാണ് കളിക്കേണ്ടത്. അപ്പോൾ കുയിമാൻ നോക്കി നോക്കാം. ബാഴ്സയുടെ മാനേജറാണ്. വെച്ചാൽ ഒരു ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മാനേജർ ആയിരുന്നു ഇത് ബാഴ്സയ്ക്ക്. കാരണം ബാഴ്സ ഒന്നല്ലേ അവിടെ കിടക്കേണ്ടതാണല്ലോ, കപ്പടിക്കേണ്ട ടീമാണ്. അപ്പോൾ കപ്പടിച്ചത് ഫ്ലോപ്പ് തന്നെയാണ്. ഓക്കെ, സോ വേറെ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇത് തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിണ്ടോ? ഓക്കെ, ഷോപ്പ് നോക്കുകയാണെങ്കിൽ കോയിൻ്റെ ഇതൊന്നും വന്നില്ല. ഈ ഫുട്ബോൾ ലീഗിൽ പ്ലെയേഴ്സിനെ എടുക്കേണ്ടത്, ഓക്കെ, അതും വന്നിട്ടില്ല. സെറ്റിലൊന്നും വന്നിട്ടില്ല. പിന്നെ അക്കാദമി, ഷോപ്പ്, ഓക്കെ, ഇവൻറ്റ്സ് നോക്കാം നമുക്ക് ഗൈസ്. ഓക്കെ, ഫിഫയുടെ ഇവൻ്റ് എന്തോ വന്നെടുക്കുന്നുണ്ട്. സോ ഫിഫയുടെ ഇവൻ്റ് ആണ്. എൻട്രി ചെയ്തിട്ട് ഇതിൽ റിവാർഡ്സ് റാൻഡം ടോക്കൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 50 കോയിൻ ചലഞ്ച് ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നാഷണൽ പ്രൈഡ് കൊണ്ട് ഒരു ഇവൻ്റ് ഉണ്ട്, നമ്മുടെ ഫിഫയുടെ ആണ്. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും കളിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് കളിച്ചതിന് 50 കോയിൻ കിട്ടും. പിന്നെ ഇത് വെച്ച് നമുക്ക് പ്ലെയർ ഓഫ് ദി ഇറക്കാം. ഇത് ഫ്ലെമിംഗോടെ കിട്ടും. പിന്നെ 5 സ്റ്റാർ നോമിനേറ്റിംഗ് അല്ല, 4 സ്റ്റാർ ആണിത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവൻറ്റ്സിൽ നോക്കുകയാണെങ്കിൽ കേട്ടോ. വലിയതൊന്നുമില്ല. പിന്നെ പ്ലെയർ ഓഫ് ദീക്ക് സാധാ പോലെ തന്നെ 50 പോയി, വേറെ മാറ്റമൊന്നുമില്ല ഗൈസ്. അപ്പോൾ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഇനിയും കൂടുതൽ പാക്സും കാര്യങ്ങളൊക്കെ എന്തായാലും വേറെ ഇറക്കി വിടും, അത് ഉറപ്പാണ്. പിന്നെ ഈ ഫുട്ബോൾ ലീഗ് ജയിച്ചാൽ നമുക്ക് സാധനം കിട്ടി. കറവാളിൻ്റെ സാധനം അവിടെ, കറവാൾ എവിടെ? ഓക്കെ, എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. ചീസ്. ഓക്കെ, ഇത് നമുക്ക് ഗുട്ടൂസോൻ്റെ ഒരു ഇത് വന്നിട്ട് കേട്ടോ, ക്യാമ്പയിൻ ഹബ്ബ് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ്സിൻ്റെ അപ്പുറത്ത് കിടക്കേണ്ട ക്യാമ്പയിൻ വന്നിട്ട്. ഇതെന്താ സാധനം? അപ്പോൾ എനിക്ക് ഇൻസ്റ്റൻറ്റ് പോയിന്റ്സ്, പോയിന്റ്സ് 160. ഇത് എന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. സി അതെന്താ? എന്തായാലും നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, എനിക്കറിയില്ല. ഞാൻ അറിയണവർ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ഓക്കെ, ഞാൻ നോക്കിയിട്ടില്ല ഇതിൻ്റെ കാര്യം മെയിനായിട്ട്. അപ്പോൾ അടുത്ത റാങ്ക് പുഷ് സ്റ്റാർട്ട് ആവാറായി. അവിടെ കിടക്കട്ടെ എന്തായാലും. പിന്നെ നമുക്ക് നേരെ എന്തായാലും എടാ എൻ്റെ ഇപ്പോൾ കറവഹാളെ വിടറാ ഇതിലുണ്ടാവൂല, ഇത് ഞാൻ കളക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും ബൂസ്റ്റർ എടുക്കാം. കറവാൾ എവിടെ ഉണ്ട്? കറവാൾ ഓക്കെ, കോൺട്രാക്ട് പോയിക്കാൻ അവിടെ ഇറക്കുന്നുണ്ട്. ശരിയാണ്, കറവാൾ ഇവിടെ എവിടെ ഉണ്ട് ഇറക്കാൻ. ഓക്കെ, കറവാളിനെ നമുക്ക് സ്പിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ഇത് ഡിവിഷൻ പുഷ് ചെയ്ത് കിട്ടിയ നമ്മുടെ കറവാളാണ് കേട്ടോ ഇത്. സോ കറവാളിനെ എന്തായാലും സ്പിൻ ചെയ്യാണ്. സോ ലെറ്റ്സ് ഗോ കർവഹാൾ, ഷോർട്ട് ടൈം കർവഹാൾ. അപ്പോൾ അടുത്ത വട്ടത്തെ ടൊണാലിയാണ്. അപ്പോൾ എല്ലാവരും കയറി കളിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. സാധനം കിട്ടണമെങ്കിൽ ഡിവിഷൻ 1 ഒരു 10 ലാഖിൻ്റെ ഉള്ളിൽ എത്തിയാൽ മതി നിങ്ങൾ. ഓക്കെ, കർവാളിന് ഇട്ടിൻ്റെ എഡ്ജർ ക്രോസിങ് കർവാളാണ്. ചെങ്ങായി അതും റെഡിച്ച് പോയില്ലോടാ ഫോട്ടോ. കുഴപ്പമില്ല. വേറെ എന്തിട്ടാ ഫ്ലെമിംഗോൻ്റെ ഒരു ട്രൈയും കൂടി കിടക്കുന്നുണ്ട്, അതും കൂടി സ്പിൻ ചെയ്യാം. പെട്രോണതാ പെട്രോ അല്ല, അത് വേറെ ആരോ, ജോർജീനോ. സോ ഗൈസ്, വേറെ ഒന്നും നോക്കാല്ലേ തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഷോപ്പ് അക്കാദമി ഇല്ല നമ്മൾ നോക്കി തോന്നുന്നുണ്ട്. പിന്നെ തിങ്കളാഴ്ച വരാൻ പോകുന്ന പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാഷണലാണ്. ഓക്കെ, നാഷണൽ ടീമിൻ്റെ പാക്കാണ്. സോ അതിൽ നമ്മുടെ നെയ്മർ വരുന്നുണ്ട് ഗൈസ്. അത് 2018 വേൾഡ് കപ്പിൽ തന്നെ നെയ്മറാണ്. അതുപോലെ തന്നെ മാൽഡീനി ഉണ്ട്, പിന്നെ നമ്മുടെ റൗളും ഉണ്ട്. സോ ഈ 3 പ്ലേയേഴ്സാണ് നമുക്ക് ഇനി തിങ്കളാഴ്ച അവൈലബിൾ ആവുന്ന പാക്കിലുള്ളത് കേട്ടോ. എന്തായാലും കിടിലം പാക്കാണ്. കോയിൻസൊക്കെ സേവ് ചെയ്ത് വെച്ചോ, കാരണം ഇനി ഇഷ്ടം പോലെ നല്ല നല്ല പാക്സ് അവർ എന്തായാലും ഇറക്കി വിടും. ഇനി അടുത്ത കൊല്ലം വേൾഡ് കപ്പും കൂടിയാണ് വരുന്നത്. പിന്നെ ജനുവരിയിൽ എന്തായാലും കിടിലം പാക്ക് ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ എല്ലാവരും നോക്കി കണ്ടിരുന്നോ, കൊണാമി പണി തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തിട്ടൊരു വീണ്ടും കാണാം. അതുവരെയും ബൈ.